കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ച് പോലീസിൽ ബാഹ്യശക്തികളുടെ ഒരു സ്വാധീനമുള്ളതായി ആരോപിക്കപ്പെടുന്നു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ആരോപിക്കുന്നു പോലീസിൽ RSS വൽക്കരണം നടക്കുന്നു, RSSൻ്റെ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. ചിലർ ആരോപിക്കുന്നു പോലീസിൽ ഇസ്ലാമിൻ്റെ സ്വാധീനം, തീവ്രവാദികളുടെ സ്വാധീനം, ഇസ്ലാം തീവ്രവാദികളുടെ സ്വാധീനമുണ്ടെന്ന്. ഇതിലെന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് അങ്ങേക്ക് തോന്നുന്നു? കഴമ്പിൻ്റെ കാര്യമല്ലല്ലോ. പോലീസിനകത്ത് ഇതുപോലുള്ള ഒരു ശക്തികൾ വരാതിരിക്കാൻ നോക്കേണ്ടതാരാ? പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. ഇവിടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊന്നില്ലേ? ഇവിടെ അതനുസരിച്ച് നടപടി എടുക്കാൻ പറ്റിയാലേ. അത് സർവീസിലിരിക്കുന്നവരെയും സർവീസിന് പുറത്തുള്ളവരെയും സർവിലൻസ് നടത്തുന്നതിന് വേണ്ടിയുള്ള അധികാരം ഇവർക്കുണ്ടല്ലോ. അവർക്ക് എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, മോഡേൺ എക്യുപ്മെൻറ്റ്സ്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പോലീസിൻ്റെ കയ്യിലുണ്ടാകാൻ സാധ്യതയുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അപ്പോൾ കണ്ടുപിടിക്കുന്നതിന് കഴിഞ്ഞാലും പക്ഷേ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെയാണ് മേളിലുള്ള ഏതോ സ്വാധീനം വന്നുപെട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്.